ശരിക്കും ഒരു സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് ഞാൻ കണ്ട പോലെ ചേച്ചി ഇല്ല നിൽക്കുന്നത് ജസ്റ്റ് ഒരു ഇതിൽ പോയി. അത് പക്ഷേ അതിൽ കയറാൻ പാടില്ലായിരുന്നു. പക്ഷേ താങ്ക് യു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചേച്ചിയായിരുന്നു കേട്ടോ എഡി, അസിസ്റ്റന്റ് ഡയറക്ടർ. അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും എഫേർട്ട് മാറ്റേഴ്സ്. ഓക്കെ ശരി. അയ്യോ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. അളിയോ ഒന്ന് പറയല്ലേ, എനിക്ക് അത് തന്നെ പറയാനുള്ളത്. എന്നാലും കൂടി ഇപ്പം നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി, കണ്ടിറങ്ങി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് പപ്പേട്ടൻ്റെ മൂവിയുടെയൊക്കെ ഒരു പാർട്ടാകാൻ പറ്റുമെന്ന്. അത് വന്നപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പപ്പേട്ടൻ്റെ മൂവിയാണോ, ശരി ഓക്കെ, അതിനകത്ത് എന്ത് പാർട്ടുണ്ട് എത്രയുണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇത്രയും ഉണ്ടാവുമെന്ന് ഞാൻ ഇത് കയറിയപ്പോഴാണ് അറിയുന്നത്. ഡബ് ചെയ്തപ്പോഴും നമ്മൾ അത്ര അറിയുന്നില്ല, നമ്മുടെ പോർഷൻ മാത്രമല്ലേ കാണുള്ളൂ. പ്രിവ്യൂ എനിക്ക് കാണാൻ പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ത്രൂ ഔട്ട് എന്നെ ഇങ്ങനെ കാണുമ്പോൾ അതും ഞാൻ ഭയങ്കര ഫാൻസ് ആയിരുന്ന അവരുടെ രണ്ടുപേരുടെയൊക്കെ കൂടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ആൻഡ് മൂവി അടിപൊളിയായിട്ടുണ്ട്. ഇത് അപ്പാർട്ട് ഫ്രം ദിസ് ഞാൻ എൻ്റെ പോർഷൻ വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ അതൊക്കെ മറന്നുപോയി. ഞാനിങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പടത്തിൽ അത്രയും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാ ഇമോഷൻസും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. കുറേ ചിന്തിക്കാൻ പറ്റി. അയ്യോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കണമെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്ത് കൂട്ടും എന്നുള്ളത് ചിന്തിക്കാൻ പറ്റി. ഭയങ്കര രസമുണ്ടായിരുന്നു. നരൻ ചേട്ടന്റെ ഫാൻകളായിരുന്നു എന്ന് പറഞ്ഞു. മീര ചേച്ചിയുടെ മീര ചേച്ചി വന്നില്ലല്ലോ, ചേച്ചി ഉണ്ടാവുന്ന വിചാരിച്ചു ചേച്ചിയായിട്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പടം കണ്ടു സൂപ്പർ അല്ലേ? എന്ന് വെച്ചാൽ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പടം കാണുമ്പോഴത്തേക്ക് അച്ഛനോടായിരിക്കും അപ്പുറത്തിരുന്ന് പറഞ്ഞാൽ കൊള്ളാം അല്ലേ, ആ സാധനം അടിപൊളിയായി. ഇതിപ്പോൾ ഞാൻ ചേട്ടനോടാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ അടിപൊളി അടിപൊളി, അത് വർക്കൗട്ട് ചെയ്യണം ആർക്കും. അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ല. അപ്പോൾ അത്രയും ഇതായിട്ട് കട്ടക്ക് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ചേച്ചിനോട് അങ്ങനെ പറയണ്ടേ? മീര ചേച്ചിനോട് തീർച്ചയായിട്ടും. ചേച്ചിക്ക് ഇപ്പം ഞാൻ ഇറങ്ങിയ ഉടനെ എന്തായാലും മെസ്സേജ്, ഫോൺ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ വ്ളോഗൊക്കെ എടുത്തോണ്ട് അപ്പോൾ ഇതിൻ്റെയും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം എല്ലാവരും എന്തായാലും കാണാം, ഡെഫിനറ്റായിട്ടും കാണാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്കും ഞാനൊരു വ്യൂവർ മാത്രമായിട്ട് നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ജനം വേണ്ടിയിട്ട്. ഇപ്പം ഞാനതിൽ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. കണ്ടുനോക്കാം, ഉറപ്പായിട്ട് കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേർക്കെങ്കിലും സജസ്റ്റ് ചെയ്യും ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.